അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊന്നുമില്ല, അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചാൽ മതി, അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ മറ്റൊരാളുടെയും സഹായമില്ലാതെ ജീവിക്കാമെന്നൊക്കെ നിങ്ങൾ പറയും. ഒരു പക്ഷേ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു അറിവ് എന്നിലേക്ക് വരുന്നത് വരെ. നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് തലങ്ങളുണ്ട്, അതൊരുപാട് തരത്തിലുണ്ട്. നമ്മളിവിടെ പറയുന്നത്, നമ്മൾ ഒരാളെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം, നമ്മുടെ ഒരു ജോലിയുടെ ആവശ്യം, ആ ഒരു ജോലിയുടെ ആവശ്യത്തിന് നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് കഴിഞ്ഞാലേ നമുക്ക് ആ ജോലി കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ആരെയും ആശ്രയിക്കൊന്നും വേണ്ട, നമ്മൾ സ്വന്തം ഒറ്റത്തടിയായിട്ട് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല, നമുക്ക് പൈസയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. നമ്മൾ ആ ലോകത്തിലെ ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാരെയാണ് ഒരു മനുഷ്യനെ ആശ്രയിക്കുന്നത്. നമ്മുടെ വസ്ത്രങ്ങൾക്കായിക്കോട്ടെ, നമ്മുടെ മറ്റ് ജോലി ആവശ്യങ്ങൾക്കായിക്കോട്ടെ, പണത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ. ഇപ്പോൾ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പോലും നമ്മൾ എത്ര ആൾക്കാരെ ആശ്രയിക്കുന്നുണ്ട്. നമ്മളൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ എത്ര ആൾക്കാരെ ആശ്രയിക്കുന്നുണ്ട്. നമ്മളൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പൈസ ആണെങ്കിൽ കൂടി ആദ്യം ഭക്ഷണം കഴിക്കണമെങ്കിൽ അരി വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ള കർഷകരെ ആശ്രയിച്ചിട്ടാണ് അത് വാങ്ങുന്നത്. നമുക്ക് അരി കർഷകരുടെ അടുത്ത് നിന്ന് പോയി വാങ്ങല്ല, അത് നമ്മളൊരു കടയിലുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇതാകുമ്പോഴാണ് ഒരാളുടെ ജീവിതം പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, എല്ലാം ശരിയാകുന്നത്. ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാര്യം നടക്കണമെങ്കിലും നമ്മളെല്ലാവരെയും ആശ്രയിക്കണം, ഒരാളെ നല്ല ഒരുപാട് ആൾക്കാരെ ആശ്രയിക്കണം. നമ്മുടെ ജോലീൻ്റെ കാര്യം, നമുക്ക് ഈ ഒരു അരി വാങ്ങാൻ പൈസ എവിടെ നിന്നാണ് കിട്ടുക, നമ്മളതിനെന്തെങ്കിലും ജോലിക്ക് പോയേ മതിയാക്കും. നമ്മളങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുതിർന്ന ആൾക്കാർ ജോലിക്ക് പോകുക, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുക എന്ന് പറയുന്ന സമയത്ത് ആ ജോലിക്ക് പോകുമ്പോൾ ആ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളെ ആശ്രയിച്ചേ മതിയാകുമോ. അപ്പോൾ നമുക്ക് എന്തൊരാവശ്യം വേണമെങ്കിലും നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സഹായം വേണം. അതിൽ അള്ളാഹു കനിയണം. അള്ളാഹു മുഖേന അള്ളാഹു മറ്റുള്ളവരെ പ്രതിനിധികളാക്കിയിട്ട് നമുക്ക് അയച്ചു തരികയാണ്, അല്ലാതെ അവരുടേത് കൊണ്ടല്ല. അത് മനസ്സിലാക്കണം. നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ അതെല്ലാവരും ഒരേ രീതിയിലല്ല അതിനെ മനസ്സിലാക്കുക. ഓരോ ആൾക്കാരും പല രൂപത്തിലാണ് അതിനെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി കാണും. ഇനി നമുക്ക് എന്തായാലും അപ്പോൾ നമ്മളൊരു കാര്യത്തിന് മറ്റുള്ള ആൾക്കാരെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒരു കാര്യം നടന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർഗമായിട്ട്, ഒരു ഇസ്ലാമികമായിട്ട് നമുക്ക് എങ്ങനെ അയാളുടെ മനസ്സ് മാറ്റിയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. അതൊരിക്കലും ഹറാമാണ്, കറാഹത്താണെന്നൊന്നും അല്ല കേട്ടോ. അതൊക്കെ ഹലാലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇസ്ലാമികപരമായിട്ട് നമുക്ക് ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, ജോലിൻ്റെ ആവശ്യമായാലും മറ്റെന്ത് ആവശ്യമായി കഴിഞ്ഞാലും, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കഴിഞ്ഞാലും ആ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എന്തെങ്കിലും തർക്കങ്ങൾ, ഇപ്പോൾ അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള തർക്കങ്ങൾ, അവരുടെ മനസ്സ് മാറിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മക്കളും ഉമ്മമാരും ഉപ്പമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട്. ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഖുർആനികമായിട്ടുള്ള ഒറ്റമൂലിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആവശ്യം വരുമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, ഒരു മനുഷ്യനാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ, അതെല്ലാം ക്ലിയറായി പോകില്ല. എന്തെങ്കിലുമൊക്കെ നമുക്കും ബുദ്ധിമുട്ടുകളും ഇടയ്ക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് കണ്ട് നോക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മുഴുവൻ കണ്ടിട്ട് മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് ഖുർആനിക ഒറ്റമൂലിയിലേക്ക് കിടക്കാം. അപ്പോൾ ഏതാണ് ആ ഖുർആനിക ഒറ്റമൂലി? ഖുർആനിക ഒറ്റമൂലി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതൊരു സൂറത്തായിരിക്കും. ഏതാണ് ആ സൂറത്ത്? ഇതാണ് സൂറത്തുൽ ഇൻഷിറാഹ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സുപരിചിതമായിട്ടുള്ളൊരു സൂറത്താണ്. ഈ സൂറത്തുൽ ഇൻഷിറാഹ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒറ്റമൂലിയാണ്. ഒറ്റമൂലി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ ഫലം കിട്ടാനുള്ള അത്ഭുതമായിട്ടുള്ളൊരു സൂറത്താണ് ഇത്. ഇന്ന കാര്യത്തിന് മാത്രം നിയോഗിക്കപ്പെട്ട സൂറത്തല്ല. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ശക്തിക്കും ബുദ്ധിശക്തിക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും വിജയങ്ങൾക്കൊക്കെ പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ അലം നശ്റഹ് എന്ന് പറയുന്നത്, സൂറത്തുൽ ഇൻഷിറാഹ് എന്ന് പറയുന്നത്. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഇത് ഓതുന്നവരുമായിരിക്കും. അപ്പോൾ ഈ ഒരു സൂറത്തുൽ ഇൻഷിറാഹ് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കാര്യം സാധിച്ചെടുക്കാൻ നോക്കാം. നമ്മൾ എല്ലാ വക്തും നിസ്കരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ 5 വക്ത് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം
ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം, ഇപ്പോൾ ഏറ്റവും നല്ലത് ഇതിൽ മഗ്രിബാണ്. മഗ്രിബ് നിസ്കാര ശേഷം ഒരു 33 തവണ, ഇനി ഏറിയാൽ ഒരു കുഴപ്പമില്ല, കുറഞ്ഞാൽ നമ്മളെ കൊണ്ട് മാക്സിമം, ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു കണക്കൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര ഈ ഒരു സൂറത്തിൽ ഇൻഷിറാഹ് ഓതിയിട്ട് നമ്മൾ ആരുടെ മനസ്സാണോ മാറേണ്ടത്, ആരാണോ നമ്മൾ ഉദ്ദേശിച്ച വ്യക്തി, അവരുടെ പേര് മനസ്സിൽ വിചാരിച്ചിട്ട് എന്താണോ നമ്മുടെ ആവശ്യം അതും മനസ്സിൽ വിചാരിച്ചിട്ട് മനസ്സിൽ തന്നെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മുടെ ഉദ്ദേശം അല്ലാഹു തആല നിറവേറ്റി തരുന്നതാണ്. ആരുടെയാണോ മനസ്സ് മാറേണ്ടത് അത് മാറുന്നതാണ്. നമ്മുടെ ആവശ്യം ആരെക്കൊണ്ടാണോ സാധിപ്പിച്ചെടുക്കേണ്ടത് അതൊക്കെ സാധിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഉള്ള സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുഹറം മാസമൊക്കെ അവസാനിക്കാറായാലേ, ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു അടിപൊളി ക്ലാസ് വെക്കുന്നുണ്ട്. ഇങ്ങനൊരു ക്ലാസ് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും ആഗ്രഹമായിരിക്കും നല്ലൊരു മനുഷ്യനാകണം എന്നുള്ളത്. നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലെ ഏറ്റവും മഹത്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പെട്ടതാവണം നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളത്. നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞാലേ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകുള്ളൂ. അല്ലാതെ നമ്മൾ തോന്നിയതുപോലെ ജീവിച്ചിട്ട് കുറേ ഇബാദത്ത് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നല്ല സ്വഭാവമുള്ള മനുഷ്യനാവുക, നല്ലൊരു വ്യക്തിയാവുക, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവത്തിനുടമയാവുക. അപ്പം നല്ല സ്വഭാവത്തിനുടമയാവാം. എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം, അല്ലെങ്കിൽ നമുക്കൊരു നല്ല മനുഷ്യനാകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മളെല്ലാവരും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യേണ്ട കുറച്ച് ശീലങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമികപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള 10 ദിവസത്തെ ഒരു ക്ലാസ്സാണ്. വെറും 200 രൂപ മാത്രമാണ് ഇതിന് ഫീസ് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഫീസ് വളരെ കുറച്ചിട്ട് 200 രൂപക്കൊന്നും ഒരിക്കലും എവിടെയും നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല മനുഷ്യരാവുക എന്നുള്ള ക്ലാസ്സൊന്നും കിട്ടില്ല. ഇപ്പോൾ പുറത്ത് നമ്മൾ ഒരാളുടെ അടുക്കൽ ക്ലാസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ മണിക്കൂർ ഹവർ വെച്ചിട്ട് നമുക്ക് 1500 രൂപ ഒക്കെ കൊടുക്കണം. അപ്പോൾ അത്രയും 10 ദിവസത്തിനാണ് നമ്മൾ വെറും 200 രൂപ മേടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു നല്ല അവസരമാണ് കിട്ടുന്നത്. നമുക്ക് ഒന്ന് ചേർന്ന് നോക്കുക, എല്ലാവരും ചേർന്ന് നോക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ ഈ ഒരു ചാനലിൻ്റെ താഴെയായിട്ട് ഒരു ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വാട്സപ്പിൻ്റെ ലിങ്കാണ്, നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.